സ്വത്തവകാശം. വാപ്പാന്റെ സ്വത്ത് മക്കൾക്കുള്ളതാണെങ്കിൽ വാപ്പ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വെച്ചോളി. ആര് പറയുന്നു വേണ്ടാന്ന്? വാപ്പാടെ സ്വത്ത് മക്കൾക്കുള്ളതാണെങ്കിൽ, എനിക്ക് 3 പെമ്മക്കളുണ്ട്, എനിക്ക് 50 സെന്റ് സ്ഥലമുണ്ട്, വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഇഷ്ടദാനം എന്ന നിലയിൽ, വിലയാധാരം എന്ന നിലയിൽ ഇഷ്ടാനുസരിച്ച് നിങ്ങൾ എഴുതി വെച്ചോളി. 3 മക്കൾക്ക് ഒരേപോലെ ഓഹരി ചെയ്ത് എഴുതി വെക്കണം, കൂട്ടിയും കുറയ്ക്കാനും പാടില്ല. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ മദീനയുടെ ഈ ഭാഗത്ത് കാണുന്ന ഈ തോട്ടം എന്റെ ഇളയ മകന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നബി തങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്ക് ഒരു മോനേ ഉള്ളോ? അല്ല, എനിക്ക് വേറെ മക്കളുണ്ട്. അവർക്ക് നീ ഇതുപോലെ കൊടുത്തോ? ഇല്ല, ഇല്ല, ഈ മോന് മാത്രമേ കൊടുത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ അഷ്ഹദു അലാ ജൗരിൻ, തെമ്മാടിത്തരത്തിന് കൂട്ടിക്ക് എന്നെ കൊണ്ട് പറ്റൂല. ഇഅ്ദിലു ബൈന ഔലാദിക്കും, ഈ തോട്ടം നിന്റെ ഒരു മോന് കൊടുക്കുന്നത് പോലെ സമാനമായ തോട്ടം എല്ലാ മക്കൾക്കും നീ എഴുതി വൈ, ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നിന്നെ അല്ലാഹു കൂട്ടിക്കേറ്റി നിർത്തും. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആലോചിച്ചു. നീതിബോധം, നീതിബോധം. കാസർഗോഡ് ഏതോ ഒരു അഡ്വക്കേറ്റ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് 5-6 മക്കൾ ഉണ്ടായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പുതുക്കി കല്യാണം കഴിപ്പിച്ച് പുതിയ വിവാഹ ആക്ടില് നിയമപ്രകാരം കല്യാണം കഴിച്ച് എന്തിനാണ്? ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ എന്റെ സ്വത്ത് മക്കൾക്കല്ലാതെ മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ സ്വത്തവകാശം ഗൃഹനാഥം മരിച്ചു പോയതിനു ശേഷമാണ്. ആ ഗൃഹനാഥം മരിച്ചു പോയാൽ സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്റെ മോനാകട്ടെ, അന്യന്റെ മക്കളാകട്ടെ, എത്ര നാള് ആ പിതാവ് മരിച്ചാൽ നമ്മൾ അവരെ വീട്ടിൽ കയറും? എത്ര നാള് നമ്മൾ സഹായിക്കും? ഒരു 6 മാസം 7 മാസം നമ്മൾ സഹായിക്കും. അപ്പം പെണ്ണുപിള്ള പറയും, നിങ്ങൾ അവിടെ നമ്മുടെ എല്ലാം കൊണ്ട് കൊടുത്താൽ അമ്മക്ക് 2-3 മക്കളൊക്കെ വളർന്നു വരുന്നില്ല, നിങ്ങൾ എത്തിമാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ട് കൊടുത്താലേ നമ്മുടെ മക്കൾക്ക് പിന്നെ ആരും നോക്കും? അവിടെ മുതൽ കരടി കടി തുടങ്ങും. ഇതിനാണ് അല്ലാഹു തആല നിയമം കൊണ്ടുവന്നത്. മരണപ്പെട്ടു പോയ വ്യക്തിക്ക് സ്വത്തുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കും നിങ്ങൾ ഓഹരി കൊടു, അപ്പൊ അവന് സന്തോഷമാവും. ഇതിലെന്താ തെറ്റ്? സന്തോഷമല്ലേ? ഒരാളെ നമുക്ക് രോഗിയുടെ കൂട്ടത്തിൽ ബൈസ്റ്റാൻഡായിട്ട് നിർത്തുമ്പോൾ, സഹോദര, എന്റെ ജ്യേഷ്ഠനെ നോക്കിക്കോണേ, എന്റെ ഉമ്മയും ഉപ്പയും നോക്കിക്കോണേ, ഞാൻ 500 വെച്ച് ദിവസം തരാന്ന് പറഞ്ഞാൽ റാഹത്തായിട്ട് ഒരു നേരം മരുന്ന് കൊടുക്കുന്നതിന് 5 നേരവും മരുന്ന് കൊടുക്കും. 500 രൂപ വെച്ച് കൊടുക്കല്ലേ? ഇതൊന്നുമില്ല, അള്ളാന്റെ ഭാഗത്ത് കൂലി കിട്ടും. ഖിദ്മത്തില്ലേ നോക്ക്. 2 ദിവസം എന്നിട്ട് പറയും, എന്റെ ഉമ്മാക്ക് സുഖം കൂടുതൽ, ഫോൺ വന്നു ഉസ്താദേ, ഞാൻ പോയിട്ട് വരാം, പിന്നെ വരാന്ന് പറയും. പൈസ കിട്ടിയാൽ അവിടെ നിൽക്കും. നീ പോകാൻ പോകുന്ന 500 എന്നുള്ളത് 1000 രൂപ കൊടുക്കും. അള്ളാഹു അവൻ ദുആ ചെയ്യും, ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് പോകാൻ ഏതോ കൊടുക്കല്ലേ, 1000 രൂപ വെച്ചിട്ടല്ലേ. അപ്പൊ ഇവന് പണം കിട്ടുമ്പോൾ ഇവനൊരു ഉത്സാഹം ഉണ്ടാകും. ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നതാ, ഗൃഹനാഥൻ മരിച്ചുപോയി ആ മക്കൾക്കുള്ള ഓഹരി കൊടുത്തിട്ട് ഒരു വിഹിതം അവരുടെ കുടുംബക്കാർക്കൂട്. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ള മതങ്ങളെ പോലെ ഇസ്ലാമിന്റെ മതം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും മാത്രമല്ല. ഇസ്ലാമിന്റെ മതം എന്ന് പറയുന്നത് ഭാര്യയും മക്കൾ മാത്രമല്ല. നമുക്ക് വാപ്പ ഉണ്ട്, കൊച്ചാപ്പ ഉണ്ട്, മൂത്താപ്പ ഉണ്ട്, മാമ ഉണ്ട്, മാമിയുണ്ട്, എത്രയോ കുടുംബക്കാർ നമുക്കുണ്ട്, ജ്യേഷ്ഠൻ അനുജന്മാരുണ്ട്. മറ്റുള്ള മതക്കാരെ മനസ്സിലാക്കുന്നത് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് സ്വത്തവകാശം വാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് മാത്രം. ആ ശൈലിയല്ല ഇസ്ലാമിന്റെ ശൈലി. ഇസ്ലാമിക കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും മാത്രമല്ല, പിന്നെയും ധാരാളമുണ്ട്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഉള്ള അവകാശം. അതുകൊണ്ടാണ് നീ സദഖ ചെയ്താലും സക്കാത്ത് കൊടുത്താലും നിന്റെ കുടുംബക്കാരെ കൊണ്ട് നീ തുടങ്ങണമെന്ന് ഖുർആൻ പറഞ്ഞത്, ഹദീസ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ സംഭവം മനസ്സിലായോ? ഇതിൽ എന്തിനായി ശരീഅത്ത്? ഈ ശരീഅത്തിൽ എന്താ കുഴപ്പം? ഈ ശരീഅത്തിൽ എന്താ കുഴപ്പം? ഇനി ഞാൻ ഉണ്ടാക്കിയ സത്ത് എന്റെ മക്കൾക്ക് വേണോ? നീ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചോ, ശരീഅത്ത് അതിന് തടസ്സമല്ല, എഴുതി വെച്ചോ. മക്കളെ, ഞാൻ 3 പേർക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു, വാപ്പ മരിച്ചുപോയ നിങ്ങൾക്ക് തന്നെയാണ്, തീർന്നല്ലോ. അതിനെന്താ പ്രശ്നം? ശരീഅത്തിന് എവിടെ തടസ്സം പറയും? എന്തിനാ ഏകസ്വൽക്കൊണ്ടുണ്ട് സ്വത്തവകാശം? 4ാമത് ദത്തവകാശം. ദത്തെടുക്കുക ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റൂല. എങ്ങനെ നമുക്കത് അംഗീകരിക്കാൻ പറ്റും? ദത്തെടുക്കുക എന്ന് പറഞ്ഞാല് തൈക്കാട്ട് ആ അമ്മച്ചത്തൊട്ടിലില്ല, അമ്മത്തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ ഞാൻ വന്ന് എടുത്ത് അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന്, മോനെ, തക്കളെ, വാപ്പിച്ച, ഉമ്മിച്ച ആ കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നമുക്ക് ആ കൊച്ചിന്റെ കല്യാണത്തിന്റെ സമയമാകുമ്പോ പള്ളി വന്നിരുന്നിട്ട് എന്റെ മോള് ഹസീനായെ ഇത്ര മഹന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് രവീന്ദ്രന്റെ മോളായിരിക്കും, സുലൈമാൻ ഇവിടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ ശരിയാവും? എന്റെ മോളെ അങ്ങനെ പറയും?
എന്റെ മകളെന്ന് എങ്ങനെ പറയും? നിങ്ങൾ പറയും എന്റെ സ്വത്ത് എന്റെ ബീജത്തിൽ ജനിച്ച എന്റെ മക്കൾക്ക് മാത്രം അവകാശമുള്ളതാണ്. അമ്മത്തൊട്ടിൽ കിടന്ന കുഞ്ഞിനെ നീ എടുത്തോണ്ട് വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് ഒരിക്കലും എന്റെ മകളാവൂല, അത് എന്റെ മകനും ആവൂല. എന്റെ സമ്പത്ത് അവർക്ക് കൊടുക്കാനും പാടില്ല. പോട്ടെ, ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഈ വാപ്പ എടുത്തുകൊണ്ടുവരുന്ന വളർത്തു പിതാവിനെ കാണൽ ഹറാമാണ്. കാരണം അവൾ അന്യ ഒരു പുരുഷന്റെ മകളാണ്, നിന്റെ സ്വന്തം മകളല്ല. അതുകൊണ്ട് പ്രായപൂർത്തിയായതിനു ശേഷം നിന്നോടൊപ്പം ആ പെണ്ണിനെ വളർത്തൽ ഹറാമാണ്. ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ ഉമ്മക്ക് കാണൽ ഹറാമാണ്, ആ ഉമ്മയോടൊപ്പം കിടത്തൽ ഹറാമാണ്, ആ ഉമ്മയോടൊപ്പം വളർത്തൽ ഹറാമാണ്. ഇതാണ് ഈ ദത്ത്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ സമ്മാനമായിട്ട് എഴുതി കൊടുക്കാം, അതൊക്കെ വിഷയം. പക്ഷെ നിങ്ങളുടെ സമ്പത്ത് ആ മക്കൾക്ക് കൊടുക്കണമെന്ന് പറയുന്നതിൽ ഇസ്ലാമികപരമായിട്ട് ഒരു നിയമവും ഇല്ല. എങ്ങനെ കൊടുക്കും? ആരുടെയെങ്കിലും മക്കളല്ലേ, ആരെങ്കിലും ഒക്കെ വ്യഭിചരിച്ചിട്ട കുഞ്ഞുങ്ങളായിരിക്കും. കുഞ്ഞുങ്ങൾ തെറ്റിയിട്ട് പറഞ്ഞില്ല, അവരെ നിങ്ങൾ സഹായിക്കാം. പക്ഷെ ദത്തുപുത്രനാണ്, എന്റെ ഉപ്പാണ് ഉമ്മാണെന്നും പറഞ്ഞൊന്നും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. ചില മഹല്ലുകളിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. മക്കളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് 19 വയസ്സായി മോളേന്ന് വിളിച്ചിട്ട് അവള് പോലും അറിഞ്ഞിട്ടില്ല, ഇത് വളർത്തു പിതാവാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ കല്യാണത്തിന് ഇയാള് വലിയായിട്ടിരിക്കും, ഈ വളർത്തു പിതാവ് വലിയായിട്ടിരുന്നിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഹലാലാവോ? എങ്ങനെ ഹലാലാവും? അത് ഉസ്താദേ ഇന്ന് വരെ അങ്ങനെ അറിയിച്ചിട്ടില്ല, എന്റെ പിതാവ് വാപ്പ എന്നുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യം, എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല? ബോധവത്തി, ഉത്തരവാദിത്വവത്തി, എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചിട്ടില്ല? യത്തീമായ മക്കൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയാൽ യത്തീം എന്നുള്ള ആ പേര് പിന്നെ പറയാൻ പാടില്ല. യത്തീം 25 വയസ്സാലും അയ്യോ അത് യത്തീമ, 30 വയസ്സാലും അയ്യോ അത് യത്തീമ, 50 വയസ്സാലും യത്തീമ. യത്തീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വാപ്പ മരിച്ചു, തണലില്ല. ഈ കുട്ടിയെ നമ്മൾ ഏറ്റെടുത്ത് പ്രായപൂർത്തിയാവുന്നത് വരെ ആ കുട്ടിക്ക് ചെയ്യുന്ന സഹായം യത്തീമിന്റെ കൂലി കിട്ടും. പ്രായപൂർത്തിയായതിനു ശേഷം ആ കുട്ടിക്ക് നമ്മൾ സഹായിച്ചാൽ യത്തീമിനെ സഹായിച്ചതിന്റെ കൂലി കിട്ടൂല. കാരണം പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ളൂ യത്തീമിന്റെ തസ്തിക, കഴിഞ്ഞാൽ പിന്നെ യത്തീമാവൂല. ഇതാണ് ഈ 4ാമത്തെ ഉത്തരം, ദത്ത്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ദത്തെടുത്ത് മക്കളെ വളർത്തിയിട്ട് കല്യാണം കഴിപ്പിക്കും, തഹക്കീമായിട്ട് ചെയ്തു കൊടുക്കണം. ആ പെണ്ണിന്റെ അടുക്കൽ പോയിട്ട് പറയണം, മോളെ നിന്നെ കല്യാണം കഴിപ്പിച്ചു തരാൻ ഒരു ഹാക്കിമായിട്ട് എന്നെ നീ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ആ ചെറുക്കനും പെണ്ണും കൂടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ ഞങ്ങളുടെ രണ്ടുപേരുടെ നിക്കാഹ് നടത്തി തരാൻ നിങ്ങളെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, അതാണ് നിയമം. അങ്ങനെ അദ്ദേഹം വന്നിരിക്കുമ്പം എന്റെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ട ഇന്ന പെണ്ണിനെ ഇത്ര മഹറിന് ഞാൻ നിങ്ങൾക്ക് വാങ്ങാം. സംഭവം തീർന്നവിടെ. അങ്ങനെയാണോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? ഇതാണ് ഇസ്ലാമിക നിയമം. ഇതിന് വിരുദ്ധമായിട്ട് കമ്മിറ്റിക്കാർ നടത്തിക്കൊടുത്ത വ്യഭിചരിച്ചതിന്റെ കൂലി അവർക്ക് കിട്ടും. പ്രസിഡന്റിനും സെക്രട്ടറിക്കും കമ്മിറ്റിക്കാർക്കും എല്ലാം കിട്ടും. സാക്ഷി ഇരുന്നവർക്കും ഉപ്പ് എഴുതിയവർക്കും 500 രൂപ കൈമടക്കം മേടിച്ച മുസ്ലിയാർക്കും കിട്ടും. നമ്മൾ പറയും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, മസലുണ്ട്, ഞങ്ങൾക്ക് മസലുണ്ട്, നമുക്കറിയില്ലായിരുന്നു, ഇവരിത് പറഞ്ഞില്ല ഇതൊന്നും, അതുകൊണ്ടാണ് നമുക്ക് പറയാം. അതുകൊണ്ട് അങ്ങനെ വല്ല അറിവുണ്ടെങ്കിൽ അത് നടത്തിക്കരുത്, പറയിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതലും അങ്ങനെ ചില നിക്കാഹുകൾ വരുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ 4 കാര്യങ്ങളാണ് ഇവരെന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത്. ഈ 4 കാര്യത്തിന് ശരീഅത്തിന്റെ വിധിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഇനിയും പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് നിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള ഒരു ജിഹാദി എന്ന് പറഞ്ഞാൽ, ഒരു സമരം എന്ന് പറഞ്ഞാൽ, ഇതിനെതിരെ നമ്മൾ പ്രതിരോധിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ കൊണ്ട് ഇവിടെ സ്കാൻ ചെയ്ത് ഇന്നും കൂടെ ഉള്ള ഒരു പ്രതിഷേധം ഇത് ഇവിടെ പാടില്ല. ഈ ശരീഅത്ത് ഇനി ഇവർ നടപ്പിലാക്കിയാലും നമുക്കിതിൽ നിന്ന് മാറാൻ പറ്റൂല, അതാദ്യം മനസ്സിലാക്കുക. ഇനി ഇവർ നടപ്പിലാക്കിയാലും ഈ ശരീഅത്ത് മാറാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റൂല, ഒരിക്കലും നമ്മളെ കൊണ്ട് മാറ്റാനേ പറ്റൂല. ഇത് അള്ളാന്റെ അദാബാ. അതുകൊണ്ട് 42 വർഷത്തിന് ശേഷം നടപ്പിലാക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കവും പടച്ചവൻ ഇന്ന് വരെ ഇല്ലാത്ത വെള്ളപ്പൊക്കങ്ങളും കൊടുങ്കാറ്റുകളും കൊറോണകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബുകൾ കൊണ്ട് ഓരോ നിലയ്ക്കും ഓരോ പരീക്ഷിക്കുന്നത്. അന്ന് NRC വന്നപ്പോൾ കൊറോണ കൊണ്ട് അല്ലാഹ് പരീക്ഷിച്ചു. ഇന്ന് ഈ ഒരു നിയമം വന്നപ്പോൾ അല്ലാഹ് വെള്ളപ്പൊക്കം കൊണ്ട് ഇനി അടുത്ത വലിയ അദാബ്. ഇതിനൊക്കെ ആയത്തുണ്ട്, ഇതിനൊക്കെ ആയത്തും ഹദീസുകളുണ്ട്. സമയമില്ല, നമ്മൾ അതുകൊണ്ട് അതിലേക്കൊന്നും കയറുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, ശരീഅത്തിന് കോട്ടം തെറ്റാത്ത നിലയിൽ അല്ലാഹുവേ മരണം വരെ ഈ ശരീഅത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താവായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്കും നീ ഭാഗ്യം തരണം, വിശേഷിച്ച ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ഭാഗ്യം തരണം എന്ന് പറഞ്ഞിട്ട് റാഹത്തായ രീതിയിൽ നിങ്ങൾ കരഞ്ഞ് നോമ്പ് പിടിച്ചൊക്കെ ദുആരക്കും. എന്നിട്ട് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അല്ലാഹ് നമ്മളെ സഹായിക്കും ഇൻഷാ അല്ലാഹ്.
ഈ ശരീഅത്ത് എന്താന്ന് മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. പെണ്ണുങ്ങൾക്കറിയില്ല. പെണ്ണുങ്ങളെടുത്ത് ഈ അവന്മാര് പോയിട്ട് ഈ മീഡിയക്കാർ പോയിട്ട് 4 പെണ്ണ്, നിങ്ങളുടെ ഭർത്താവ് 4 പെണ്ണെടുത്ത് ഇഷ്ടമാണോ? ദുനിയാവി ഏതെങ്കിലും പെണ്ണ് പറയോ ഇഷ്ടമാണോ? അവന്മാരുടെ മൈൻഡ് മറ്റോ. ഇന്നലെ പത്രത്തിൽ വന്നു 79% പെണ്ണുങ്ങൾക്കും മറ്റൊരു വിവാഹം ഇഷ്ടമില്ല എന്താ പറയാ. ആർക്കാപ്പ ഇഷ്ടം വരുന്നത്? ഒരു പെണ്ണിനടുത്ത് പോയിട്ട് ഇവിടെ ഭർത്താവ് 2ാമത് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാണോ 3ാമത് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഈ ദുനിയാവിൽ അംഗീകരിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ട്? ഒരു 2 പെണ്ണുകൾ അംഗീകരിച്ചേക്കാം 50,000 പെണ്ണുങ്ങളെ ചോദിച്ചാൽ. അതാ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങൾക്ക് പോലും ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ശരിയെന്ന് ഉത്തരേന്ത്യ കിടക്കുന്നവർക്ക് അറിയില്ല. ഉത്തരേന്ത്യ കിടക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്താ ശരിയെന്ന് പോലും അറിയില്ല. പാവങ്ങളെ ഒന്നും അറിയില്ല. എത്തിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ആരുമില്ല. അതുകൊണ്ട് അവരുടെ മുന്നിൽ ഇതെല്ലാം പോയി പറയുന്നത്. നമ്മുടെ മുന്നിൽ ഇച്ചിരി ബോധമുള്ളവര്, പ്രബുദ്ധരായ കേരളക്കാരായ നമ്മൾ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇവിടെ നമ്മുടെ സംഘടനയോ മറ്റൊന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ശരീഅത്തിന്റെ പ്രശ്നമാണ്, വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കാര്യ ഗൗരവത്തോടു കൂടി പ്രതികരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആദരവായ അന്ത്യപ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചേക്കാം. പക്ഷെ ആദർശപരമായി ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ട് എന്ന് ഒരു പ്രവാചക സമുദായത്തോടും പഠിപ്പിച്ചിട്ടില്ല. ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ ലോകത്തേക്ക് വന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഗ്രാമങ്ങളിലാകട്ടെ, ഏത് മേഖലകളിലാകട്ടെ, ഏത് ഖുർആനാണ്, ഒരു നാടുമില്ല, ഒരു ഗ്രാമവുമില്ല, ഒരു രാജ്യവുമില്ല, മുന്നറിയിപ്പുകാര് വരാതെ, താക്കീത് വരാതെ ഒരു രാജ്യവും കടന്നുപോയിട്ടില്ല, ഒരു ലോകവും കടന്നുപോയിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് അമ്പിയാക്കൾ പല ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ദീനിന്റെ സുരക്ഷ, അതിന്റെ രക്ഷാർത്ഥം, ആ ദീനിനെ സംരക്ഷിക്കുക, ദീൻ എന്തെന്ന് സമുദായ എന്ന തത്വമായിരുന്നു ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രവാചകന്റെ ഉത്തരവാദിത്വം. അത് പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാ മേഖലകളിലും അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാര് അത് ഓരോ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അതാത് ഗ്രാമങ്ങളിൽ, നാടുകളിൽ പോയി പ്രബോധനം ചെയ്തു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൻജീലുമായി പോയി, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സബൂറുമായി പോയി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തുമായി പോയി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് അല്ലാഹു ആര്, എന്താണ് ശരീഅത്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം അതായിരുന്നു. 23 വർഷക്കാലത്തോളം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ആ ഒരു ഉത്തരവാദിത്തം അതായിരുന്നു. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. പിന്നെ ഇവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം, മുഹമ്മദുർ റസൂലുള്ളാഹി, അന്ത്യപ്രവാചകൻ, ആദരവായ ഹബീബായ റസൂലാണ്, നമ്മുടെ ദൂതനാണ്, നമ്മുടെ അധ്യക്ഷനാണ്, നമ്മുടെ നേതാവാണ്, നമ്മുടെ ഗുരുഭൂതരാണ്, നമ്മുടെ ഗുരുവര്യനാണ്. ആ പരിശുദ്ധ പ്രവാചകനാണ് നമുക്ക് അല്ലാഹയെ പരിചയപ്പെടുത്തി തന്നത്. ഈ ശരീഅത്ത് എന്ത് എന്ന് മനസ്സിലാക്കി തന്നത് ആ ഹബീബാണ്. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അത് തട്ടിക്കളഞ്ഞിട്ടില്ല. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആ ഒരു വിശ്വാസമാണ് മുസൽമാന്റെ വിശ്വാസം. അവനെയാണ് മുഅ്മിൻ എന്ന് പറയുക. അവനെ നോക്കിയിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുക. ഈ വിശ്വാസം ഉൾക്കൊണ്ട സമൂഹത്തെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതിനാണ് ഇസ്ലാം എന്നും മുസ്ലിം എന്നൊക്കെ പറയുന്നത്. ഏകത്വം, ഏകദൈവ വിശ്വാസം, ഏകനായ റബ്ബിനെ അല്ലാതെ മറ്റൊരു റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാപിക്കാനോ ആരാധിക്കാനോ പാടില്ല. ആരാധനക്കർഹൻ അല്ലാഹ്. എന്ത് വിഷയത്തിലും കുല്ലുൻ അല്ലാഹ്, കുല്ലും ബില്ലാഹ്, കുല്ലുൻ ലില്ലാഹ്. അൽ ഖൈറു വശർറു ബിമശിയത്തില്ലാ. എന്ത് വന്നാലും, ഏത് ഭാഗത്ത് വന്നാലും, എന്ത് പ്രശ്നം വന്നാലും അല്ലാഹ്. അവിടെ മറ്റൊരു പങ്കുകാരനെ വെച്ചിട്ട് ശിർക്ക് വെക്കാനൊന്നും മുസൽമാനെ കൊണ്ട് പറ്റൂല. അങ്ങനെ നമ്മ ഈമാനിന് പുറത്താട്ടെ. ഔദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇത് സ്ഥാപിക്കാൻ വന്ന പരിശുദ്ധ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ.
ആരെങ്കിലും ഈ പരിശുദ്ധമായ ഇസ്ലാം, ഈ ശരീഅത്ത്, ഈ ദീനിനെ അംഗീകരിച്ചുകൊണ്ട് അവനൊരു മുസ്ലിമായി ജീവിക്കാൻ തയ്യാറില്ല എങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലുള്ള ആദർശങ്ങളൊന്നും എന്റെ മുന്നിൽ വിലപ്പോവില്ല, ഞാനത് സ്വീകരിക്കുകയുമില്ല. നാളെ പരലോകത്തിൽ അവൻ തീരാ നഷ്ടത്തിലായിരിക്കും. ഇസ്ലാമിക ശരീഅത്ത് എന്ത് എന്ന് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ പ്രവാചകന്റെ ആ ഒരു ശൈലിയെ പിൻപറ്റാൻ ഈ സമുദായം തയ്യാറായില്ല എങ്കിൽ അത് എഴുതി തള്ളിക്കളയുമല്ല, അതിൽ നിന്ന് സ്വീകരിക്കൂല അല്ലാഹു തആല. പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ സത്യവിശ്വാസി നാളെ ഖേദിക്കേണ്ടി വരും. കാരണം അല്ലാഹു ഇഷ്ടപ്പെട്ട മതം ഏതാ? ഇന്ന ദീൻ ഇൻദല്ലാഹി അൽ ഇസ്ലാം. നമ്മൾ അത് നോക്കിയാൽ മതി. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ സത്യവിശ്വാസികളാണ്, നമ്മുടെ ആദർശം ഇസ്ലാമാണ്. നമ്മൾ അതാണ് ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ബിംബങ്ങളുടെയും 33 കോടി ദേവികളുടെ മുന്നിലും പോയി ആരാധിക്കുന്നവരല്ല, നമ്മൾ വടവൃക്ഷത്തിന്റെ മുന്നിൽ ആരാധിക്കുന്നവരല്ല, നമ്മൾ ദീപത്തിന്റെ മുന്നിൽ ആരാധിക്കുന്നവരല്ല, സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും മുന്നിലിരുന്ന് ആരാധിക്കുന്നവരല്ല. ഏകനായ ഒരു റബ്ബിനെ ആരാധിക്കുന്ന വർഗമാണ്, വിഭാഗമാണ്, സമൂഹമാണ് ഈ ഉത്തമ സമുദായം എന്നറിയപ്പെടുന്ന മുസ്ലിം ഉമ്മത്ത്. ഈ ഉമ്മത്തിനെയാണ് അല്ലാഹുക്ക് ഇഷ്ടം. ഇന്ന ദീൻ ഇൻദല്ലാഹി അൽ ഇസ്ലാം. ഈ ഇസ്ലാമിനെയാണ് അല്ലാഹുക്ക് വേണ്ടത്. നല്ലപോലെ മനസ്സിലാക്കണം, ഇത് ശരീഅത്തിന്റെ വിഷയമാണ്. ഈ ഇസ്ലാമിനെയാണ് അല്ലാഹു തആലയ്ക്ക് വേണ്ടത്. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമിനെയാണ് അല്ലാഹു തആലയ്ക്ക് വേണ്ടത്. ഇത് പഠിപ്പിച്ചു കൊടുക്കാനാണ് പ്രവാചകന്മാരെ ലോകത്തേക്ക് അല്ലാഹു തആല നിയോഗിച്ചത്. അതിനാണ് കാലാകാലങ്ങൾ പ്രവാചകന്മാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത്. തത്വമെല്ലാം ഒന്ന് തന്നെയാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം എന്ന്, മുഅ്മിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് വിശ്വസിക്കാത്തവനെ കാഫിർ എന്ന് നമ്മൾ എഴുതി തള്ളും, മുനാഫിഖ് എന്ന് എഴുതി തള്ളും, മുശ്രിക് എന്ന് എഴുതി തള്ളും. ഇത് വിശ്വസിക്കാത്തവനെയും ഇത് ഉൾക്കൊള്ളാത്തവനെയും ഇത് അംഗീകരിക്കാത്തവനെയും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഈ ഉത്തരവാദിത്തം, ദൗത്യം ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നെങ്കിൽ 5 കാര്യങ്ങളാണ് ഇവർ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത്. നമ്മുടെ പ്രവാചകനിലേക്ക് അടക്കാം, നമ്മുടെ സമുദായത്തിന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? അൽ അമലു ബിശ്ശരീഅ. ശരീഅത്ത് കൊണ്ട് അമൽ ചെയ്യണം. നല്ലപോലെ മനസ്സിലാക്കണം. ശരീഅത്ത് എന്നത് മനസ്സിലാക്കി വരികയാണ്. അല്ലാഹു ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അല്ലാഹും റസൂലും നമുക്കൊരു ദീൻ, ഒരു വഴി, ഒരു വ്യവസ്ഥ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗരേഖയിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളതാണ് അല്ലാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന്റെ ഉത്തരവാദിത്വം. ഇതിന്റെ ഏറ്റവും ബൃഹത്തായത് 5 കാര്യങ്ങളാണ്. ഒന്ന് അൽ അമലു ബിശ്ശരീഅ. ശരീഅത്ത് അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം. ശരീഅത്ത് അനുസരിക്കാതെ അമൽ ചെയ്താൽ നമ്മുടെ ഈ അമാലുകൾ കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഖബൂലിയത്തും ഉണ്ടാവില്ല. ശരീഅത്ത് അനുസരിച്ച് അമൽ ചെയ്യണം. അത് നിക്കാഹ് ആകട്ടെ, തലാഖ് ആകട്ടെ, മറ്റ് ഏത് കർമ്മങ്ങളാകട്ടെ, ശരീഅത്ത് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ശരീഅത്തിൽ അടിയുറച്ച് നിന്ന് വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി. അപ്പൊ 5 കാര്യത്തിൽ ഒന്നാമത് ഉത്തരവാദിത്വം അശ്ശരീഅത്തു അൽ അമലു ബിശ്ശരീഅ. ശരീഅ അനുസരിച്ച് അമൽ ചെയ്യാം. രണ്ടാമത് അൽ ഹിഫ്ളു ഹാദിഹി ശരീഅ. നമുക്ക് ഈ ശരീഅത്തിനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ശരീഅത്തിന് എന്തെങ്കിലും പോറലേൽക്കാതെ, ന്യൂനത വരാതെ ഈ ശരീഅത്തുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ളത് പരിപൂർണമായ ഉത്തരവാദിത്വം നമ്മുടെ മേലാണ്. 2 കാര്യം. ഇതിനു വേണ്ടി ധർമ്മ സമരം ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. അൽ ജിഹാദു ലിഹിഫാദത്തി ഹാദിഹി ശരീഅ. ഈ ശരീഅത്ത് മുറുകെ പിടിക്കാൻ, ഈ ശരീഅത്തിന്റെ നിയമനിർമ്മാണങ്ങൾക്ക് വിള്ളലേൽക്കാതിരിക്കാൻ, പോറലേൽക്കാതിരിക്കാൻ, ഈ ശരീഅത്തിനെ എന്നേക്കും നിലനിർത്തുന്നതിന് വേണ്ടി ജിഹാദ് ചെയ്യേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ, ധർമ്മ സമരം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. കാരണം ശരീഅത്തിന്റെ വിഷയമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയമാണ്. പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ ഉണ്ടാക്കിയ ദീനല്ല ഇത്. പൗരോഹിത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ കാൽക്കൽ വീണ് കുമ്പിട്ട് വെള്ളം അടിച്ച് കഴുകി കുടിക്കുന്ന മതമല്ല ഇത്. വിളക്കുകളുടെ മുന്നിൽ പോയി കുമ്പിട്ട് നിൽക്കുന്ന മതമല്ല ഇത്.
നമുക്ക് ഈ മതം പഠിപ്പിച്ചത് അള്ളാണ്, റസൂലാണ് ഈ മതം പഠിപ്പിച്ചത്. അപ്പൊ അവര് പറയുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരോ നമ്മുടെ സർക്കാരോ നമ്മുടെ ഗവൺമെന്റോ ആരെങ്കിലും പറയുന്നത് പോലെ ഒന്നും നമുക്ക് നമസ്കാരത്തെയോ ശരീഅത്തിന്റെ ഇസ്ലാമിക നിയമങ്ങളെ വെട്ടിച്ചുരുക്കാനോ മാറ്റിമറിക്കാനോ ഒരു അവകാശവും നമുക്കില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിനെ അപേക്ഷിച്ചിടത്തോളം അല്ല പറഞ്ഞ വാക്കതാ. ലോക ജനതയ്ക്ക് വേണ്ടിയല്ല പറഞ്ഞത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന. ഒരു സത്യവിശ്വാസി, ഒരു സത്യവിശ്വാസിനി, ഒരു ആണ് പെണ്ണായ മുസ്ലിമിന് അള്ളാഹുവും അവന്റെ റസൂലും ശരീഅത്തുൽ ഇസ്ലാം എന്താണോ വിധിവിലക്ക് കൽപ്പിച്ചത്, നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത്, ആ വഴിയിലൂടെ സഞ്ചരിക്കലാണ് ഒരു മുസ്ലിം ആണിന്റെയും പെണ്ണിന്റെയും ബാധ്യത. അതിന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്നവൻ വ്യക്തമായി പിഴച്ചുപോയെന്ന് അള്ള പറഞ്ഞ വാക്കാണ്. അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള ഈ പരിശുദ്ധമായ ശരീഅത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് അള്ളാഹുവാണ് നമ്മളോട് ഇത് പറഞ്ഞത്. ഇത് ഉൾക്കൊള്ളാത്തവൻ പിഴച്ചുപോയവനാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വമയാസില്ലാഹ വറസൂല ഫഖദ് വല്ല വലാലൻ മുബീന. വ്യക്തമായി പിഴച്ചുപോയി. അപ്പൊ ഈ ശരീഅത്ത് നിലനിർത്തുന്നതിനുള്ള സമരമുറകൾ, ഇത് നിലനിർത്താൻ എന്ത് കൊടുത്തും എന്ത് വില കൊടുത്തും ഈ ഹിഫാളത്തു ശരിയ, ഈ ശരീഅത്തിനെ ഹിഫാളത്ത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ നമ്മുടെ ഒരു ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പോയി ഒപ്പിടുക, ഏക സിവിൽ കോഡ് നടത്താൻ പറ്റൂല എന്നുള്ള നമ്മൾ ഒപ്പിടുക, അത് നമ്മുടെ ഒരു ജിഹാദ്. അല്ല നിങ്ങളിപ്പോ വാളെടുത്തോണ്ട് പോയിട്ട് എല്ലാരും വെട്ടിക്കൊന്നല്ല, തട്ടിടുവേ സുട്ടിടുവേ കൊണ്ടുവേ എന്താ പേസക്കൂടാതെ മുണ്ടാതെ അങ്ങനെയൊന്നല്ല, ഭീഷണിപ്പെടുത്തലല്ല ശരീഅത്ത്, അതല്ല വേണ്ടത്. നമ്മൾ പോയിട്ട് അവിടെ പോയി ഒപ്പിട്. അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സമരമുറകൾ എന്താണോ ന്യായമായ നിലയിൽ, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത നിലയിൽ, ന്യായമായ രീതിയിൽ, ആർക്കും ഒരു വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകാത്ത നിലയിലുള്ള സമരമുറകൾ ഉണ്ടല്ലോ, ആ മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് ഈ പറഞ്ഞു വന്നതിന്റെ ആശയം. നാലാമത് ഈ ശരീഅത്ത് എന്താണ് എന്നുള്ളത് ഈ ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരും മുസ്ലിം മുസ്ലിം വ്യക്തി നിയമം എല്ലാം എന്തെടുത്താലും അത് ഹറാമ്, ഇത് ഹലാല്, അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ശരീഅത്ത് എന്നുള്ളത് ഈ സമുദായം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ജനങ്ങളെ ശരീഅത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. മുസ്ലിം ഉമ്മത്തിന് എന്താ ശരീഅത്ത് എന്ന് മനസ്സിലായിട്ടില്ല, പിന്നെ ഇമ്മ പോയിട്ട് എങ്ങനെ വിളിക്കാൻ മറ്റൊരാളെ? നമുക്ക് ശരീഅത്ത് എന്നത് മനസ്സിലായിട്ടില്ലല്ലോ. നമുക്ക് എന്ത് ശരീഅത്ത് എന്തറിയാം? ഈ ശരീഅത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ് ഈ ശരീഅത്ത് എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കാത്തവൻ എങ്ങനെ പോയിട്ട് ശരീഅത്ത് പറഞ്ഞു കൊടുക്കും? മറ്റൊരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അതുകൊണ്ട് ശരീഅത്ത് എന്തെന്ന് പഠിച്ചിട്ട് ജനങ്ങളെ ശരീഅത്തിലേക്ക് വിളിക്കും. നാലാമത്തെ ഉത്തരവാദിത്തം. അഞ്ചാമത്തെ ഉത്തരവാദിത്തം അൽ ഹുക്മു ബിശ്ശരീഅ, ശരീഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുക. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ ഫഉലൈക ഹുമുൽ കാഫിറൂൻ ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലാഹു തആല പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആനിന് വിരുദ്ധമായി, ശരീഅത്തിന് വിരുദ്ധമായി നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുന്നവൻ പിഴച്ചവനാണ്, നശിച്ചവനാണ്, അധാർമിയാണ്, അപരാധിയാണ്, അഹങ്കാരിയാണ്, തമ്മാടിയാണ്. ഖുർആൻ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഒരു നീതിമാന്റെ ഉത്തരവാദിത്വം ഈ പരിശുദ്ധമായ ഖുർആനിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അവർ ഇവിടെ നീതി നടപ്പിലാക്കുക. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രം നീതി പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥമല്ല. ആ സമസ്ത മണ്ഡലങ്ങളിലെ മനുഷ്യവർഗത്തിനും നീതിയും ധർമ്മവും എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മതമാണിത്, പരിശുദ്ധമായ ഖുർആൻ. അല്ല മുസ്ലിമീങ്ങൾക്ക് മാത്രമായിട്ട് അവർക്കൊരു നീതി, ബാക്കിയുള്ളവനെ അനീതിയായിട്ട് തള്ളുക ഒരിക്കലുമില്ല. അത് പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ശരീഅത്ത് എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ മതങ്ങളുടെ നിയമങ്ങൾ എടുത്തു വെക്കിൻ, അക്കൂട്ടത്തിൽ ഇസ്ലാമിന്റെ മതത്തെ എടുത്തു വെക്കിൻ. എന്നിട്ട് ബുദ്ധിയുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഗവേഷണം നടത്തി പറയൂ, എതിലാണ് ധർമ്മം, എതിലാണ് അധർമ്മം എന്ന് അവർ കണ്ടെത്തട്ടെ.
എവിടെയാണ് നീതി, എവിടെയാണ് അനീതി അവർ കണ്ടെത്തട്ടെ. എവിടെയാണ് സത്യം, എവിടെയാണ് അസത്യം അവർ കണ്ടെത്തട്ടെ. അതിന് പ്രത്യേകമായ ഒരു വിഭാഗത്തെ നിങ്ങൾ കണ്ടെടുക്കിൽ. എല്ലാ മതത്തിന്റെ വേദഗ്രന്ഥങ്ങളും കൊണ്ടുവെക്കിൻ. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഉത്തരവാദിത്തം മതത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് തുറന്നു വെക്കിൻ. എല്ലാവരും പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അപ്പോൾ അറിയാം ഇസ്ലാമിക ശരീഅത്തിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് മനസ്സിലാക്കാതെയാണ് എന്താണ് ശരീഅത്തെന്നും എന്താണ് ഏകസ്വൽ കൊടുന്ന് മനസ്സിലാക്കാതെ നമ്മൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. യാഥാർത്ഥ്യം ആർക്കും തിരിഞ്ഞിട്ടില്ല. ഈ പറയപ്പെട്ട 5 കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി വ്യതിചലിച്ചു പോയാൽ അവൻ കാഫിറായി. വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് ഫഹുവ കാഫിർ. നഊദു ബില്ലാഹ്. ഈ പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഒരാൾ ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ട് ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തുന്ന ഒരു സാഹചര്യം വന്നാൽ അവൻ ആ കോലത്തിൽ ചത്തുപോയതെങ്കിൽ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിക ശരീഅത്തിനെ അപമാനിച്ചവനായി. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അവൻ നരകത്തിന്റെ അവകാശിയാണ്, എക്കാലത്തും അവൻ നരകത്തിലായിരിക്കും. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞ വാക്കാണിത്. കാരണം അല്ലാഹ് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. ഈ ശരീഅത്തിനെ ഉൾക്കൊള്ള എനിക്ക് ഈ ശരീഅത്തിനനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റിയില്ല, അത് അവന്റെ കുറ്റമായിരിക്കാം. പക്ഷെ ഇതിനെ നിഷേധിക്കുമ്പോൾ അവൻ കാഫിറായി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഡിസ്മസായി, സസ്പെൻഡ് അല്ല, ഡിസ്മസായി പോയി. ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തുപോയി. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അവൻ നരകത്തിൽ കിടക്കേണ്ടി വരും കാലാകാലം. അത് നരകത്തെ കൊണ്ട് വിശ്വാസം ഉള്ളവർക്ക് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. നരകത്തെ വിശ്വാസം ഇല്ലാത്തവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നരകത്തെ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ സ്വർഗ്ഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, നമ്മൾ ആഖിറ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ നമുക്കതിന്റെ വേദന ഉണ്ടാവും. നഊദു ബില്ലാഹ്. നമ്മളെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മുസ്ലിം എന്ന് പറഞ്ഞ വെറുതെ മുസ്ലിം ആകരുത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. ഏ മുസൽമാൻ, നീ ഒരു കേവല നാമധാരിയായി മുസ്ലിമായി ജീവിച്ച് മരിക്കരുത്. പരിപൂർണമായി ഇസ്ലാമിന്റെ ശരീഅത്ത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വാ. ഖുർആൻ പറഞ്ഞ വാക്കാണ് യാ അയ്യുഹല്ലദീന ആമനു. സത്യവിശ്വാസികളെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എപ്പോഴാണ് മരിക്കുക, എവിടെ വെച്ചാ മരിക്കുക എന്നറിയില്ല. മരിക്കുന്നതിന് മുമ്പ് ഈമാനോടെ, ഇസ്ലാമോടെ, ശരീഅത്തിന്റെ നിയമനിർമ്മാണങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടവനായി തന്നെ നീ മരിക്കണം. അല്ലാതെ നീ മരിച്ചു പോകരുത്. ഖുർആനിന്റെ പ്രഖ്യാപനമാണിത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ടല്ലേ കൈകെട്ടിട്ട് വജ്ജഹത്ത് ഓതുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് ഇന്നനി അനമിനൽ മുസ്ലിമീൻ വമാന മിനൽ മുശ്രിക്കീൻ. ഞാൻ നിഷേധിയല്ല അല്ലാഹ്, ഞാൻ സത്യവിശ്വാസിയാണ് അല്ലാഹ് എന്ന് നമ്മൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ പറയുന്നത്? ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകന്മാരുടെ ദുആ എന്താ? തവഫനി മുസ്ലിമ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ് എന്ന പ്രവാചകന്മാരുടെ ദുആ പോലും. അപ്പൊ ഇസ്ലാമിക ആദർശത്തിന് അത്രയ്ക്കും വില അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. അല്ലാഹ് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ആദർശത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അതാ വേണ്ടത്. ഇന്നത്തെ ഈ ചർച്ചാ വിഷയം ഇതാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു ആഗം മൊത്തത്തിൽ ഒരു ചെറിയൊരു തുക ഞാൻ പറഞ്ഞു തന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് ഈ ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കലാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ വ്യക്തിപരമായ നിയമങ്ങൾ, കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ഒരു സർക്കാരിന് ലോകത്ത് അവകാശമില്ല, ലോകത്ത് ചരിത്രത്തിൽ അവകാശമില്ല. വ്യക്തിപരമായ നിയമങ്ങളിൽ കൈകടത്താൻ ഒരാൾക്ക് അവകാശമില്ല. സാമൂഹ്യപരമായ നിയമങ്ങളിൽ കൈകടത്താൻ സർക്കാരിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഒരാൾ മോഷ്ടിച്ചു, അവനെ ജയിലിലടയ്ക്കാം, അവന്റെ കൈ മുറിച്ചു മാറ്റാം, അവനെ വിധിക്കാം, അതിന് സർക്കാരിന് അവകാശമുണ്ട്. ഒരാൾ വ്യഭിചരിച്ചു, ഇസ്ലാമിക കോടതിയാണെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലാം, അല്ലെങ്കിൽ അതിനു വേണ്ട ശിക്ഷകൾ നടത്താം. ഒരാളെ വധിച്ചു, അവനെ തൂക്കിക്കൊല്ലാം അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാം. ഏത് രീതിയിലും സർക്കാരിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാം. ഒരാൾ നമസ്കരിക്കണ്ട എന്ന് പറയാൻ ഒരു സർക്കാർക്ക് അവകാശമില്ല. ഒരാൾ നോമ്പ് പിടിക്കണ്ട എന്ന് പറയാൻ ഒരു സർക്കാരിന് അവകാശമില്ല. ഒരാൾ തന്റെ ഭാര്യയെ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാൻ ഒരു സർക്കാർക്കും അവകാശമില്ല.
അതുകൊണ്ടാണല്ലോ AI A1 ക്യാമറ ഒക്കെ വെച്ചപ്പോ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരാളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഈ A1 ക്യാമറ വെച്ചിരുന്നു, ഈ AI ക്യാമറ വെച്ചിട്ട് എന്താ പ്രശ്നം എന്നറിയോ? അറബികൾ പോയി പ്രശ്നമായിട്ട് ഗവൺമെന്റ് അടുത്ത് പോയി, ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇത് കടന്നു കയറുന്നു എന്ന പ്രശ്നം വന്നപ്പോ ഗവൺമെന്റ് തീരുമാനമെടുത്തു, വ്യക്തിപരമായ ഒരു റിപ്പോർട്ടുകളും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, സീറ്റ് ബെൽറ്റ് ഇല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാതെ വ്യക്തിപരമായിട്ട് എന്ത് കൊണ്ടുവരുന്നോ കാണിക്കുന്നോ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, നിരോധിച്ചു. ആ ക്യാമറ ഒക്കെ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. അവരുദ്ദേശിച്ച പൈസ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. വിദേശ രാജ്യങ്ങളിലുള്ള സംഭവമാണ് ഈ പറയുന്നത്. അവിടെയും ക്യാമറ ഉണ്ട്, അവിടെ കണ്ടാണല്ലോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരാന്റെ പിറകിൽ കയറി ഏതെങ്കിലും ഒരു പെണ്ണ് പോയാൽ അതാ പോയി, അതിന്റെ ഫോട്ടോ കിട്ടി നമ്മൾ കുടുങ്ങിയില്ലേ, വീട്ടിൽ അടിയും പ്രശ്നമായില്ലേ, അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരാളുടെ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. നിയമം അങ്ങനെയാണ്. വ്യക്തിഹത്യ പാടില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതന്നെ നമുക്കറിയാലോ, വ്യക്തിഹത്യ. അപ്പൊ അത് എവിടം വരെ പോയി നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ ആ വ്യക്തി, അതാണ് വ്യക്തി നിയമ ബോർഡ്, മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്നൊക്കെ പറയുന്നതാണ്. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്, നമ്മുടെ ആദർശം. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായ ആദർശമുണ്ട്, അതിൽ നമ്മൾ കൈകടത്താൻ പോകുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടേതായ വ്യക്തി നിയമങ്ങളുണ്ട്, അതിൽ നമ്മൾ കൈകടത്താൻ പോകുന്നില്ല. ജൂതമതക്കാർക്കും ജൈനമതക്കാർക്കും ഓരോ മതക്കാർക്കും യഹൂദന്മാർക്കും അവരുടേതായ നിയമവ്യവസ്ഥകളുണ്ട്, അതിലൊന്നും നമ്മൾ കൈകടത്താൻ പോകുന്നില്ല. നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങൾ അത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതാണ്. നമ്മൾ ഇത് അമൽ ചെയ്യുന്നത് ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ദുനിയാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല. ഏറിയാൽ 100 വയസ്സ് വരെ ഇവിടെ ജീവിക്കും. ഈ 100 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ പണിയെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ പണിയെടുക്കുന്നത്. അതിന് ശരീഅത്തിനെ മാറ്റിമറിച്ച് കൊണ്ടുവരാനുള്ള ഏകസിവിൽ കോഡ് എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഒരു കാരണവശാലും ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. കാരണം നമ്മുടെ ബാധ്യത, ഉത്തരവാദിത്തമാണ് ഈ ശരീഅത്തിനെ സംരക്ഷിക്കേണ്ടത്. നമ്മുടെ ബാധ്യതയാണ്, മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചാനലിൽ കയറിയിരുന്ന് പലരും പറയും, ഒരു ചങ്ങാതി മോഹൻദാസ് കയറി എന്നിട്ട് പറഞ്ഞു, 4 കാര്യങ്ങളാണല്ലോ കൊണ്ടുവരുന്നത് ഏകസിവിൽ കോഡിന്റെ പേരിൽ, എന്തിനാണ് പിന്നെ ഈ മുസ്ലിങ്ങൾ ഇതിന്റെ പേരിൽ കിടന്ന് വെപ്രാളം കാണിക്കുന്നത്? അവരുടെ നിസ്കാരം വേണ്ടെന്ന് പറയുന്നില്ല, അവരുടെ ബാങ്ക് വേണ്ടെന്ന് പറയുന്നില്ല, അവരുടെ നോമ്പ് വേണ്ടെന്ന് പറയുന്നില്ല, അവരെ ഉളുഹിയ ഇറക്കണ്ടെന്ന് പറയുന്നില്ല, അവരെ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി കത്തിച്ച് കളയണമെന്നൊന്നും പറയുന്നില്ല.